അറിഞ്ഞില്ലേ? മോട്ടോർ വാഹന വകുപ്പിന്റെ പല സേവനങ്ങൾക്കും പലപ്പോഴും ഇടനിലക്കാർ പൊതുജനങ്ങളുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട് വൻ സാമ്പത്തിക ചൂഷണം നടത്തുന്നതായി ഉള്ള പരാതി പണ്ടേ ഉള്ളതാണ്. ഈ തട്ടിപ്പിന് ഒരു അറുതി വരുത്തുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് അക്ഷയ കേന്ദ്രം മാതൃകയിൽ MVD സേവാകേന്ദ്രങ്ങളുമായി രംഗത്ത്. സന്തോഷമുള്ള കാര്യം, പണ്ടേ വേണ്ടിയിരുന്നത് ആശാവഹം തന്നെ. വെറും 300 രൂപ മാത്രം വേണ്ടിവരുന്ന ചില സേവനങ്ങൾക്ക് ജനങ്ങളുടെ അജ്ഞത മുതലെടുത്തുകൊണ്ട്, പ്രത്യേകിച്ചും ഓൺലൈൻ അജ്ഞത മുതലെടുത്തുകൊണ്ട് 2000 രൂപ വരെ ചാർജ് ഈടാക്കുന്ന ചില ഏജൻസികൾ ഇന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു പകൽ പോലെ സത്യം. മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം ആശാവഹം തന്നെയെങ്കിലും ഇപ്പൊ വരുന്ന വാർത്തകൾ അത്ര ആശാവഹമല്ല. കാരണം ഏജന്റന്മാരുടെ ചൂഷണത്തിന് അറുതി വരുത്താൻ MVD സേവാകേന്ദ്രങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾക്ക് അറുതി വരുത്താൻ ഏജന്റന്മാർ രംഗത്ത്. MVD സേവാകേന്ദ്രങ്ങളുടെ നടത്തിപ്പ് ചുമതല സ്വന്തമാക്കാൻ ഏജന്റന്മാർ അരയും തലയും കെട്ടി രംഗത്ത്. എപ്പടി പാഷാണത്തിൽ കൃമി എന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാൻ? ഇതൊന്നും ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല.